നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അംബാനിയുമായും അദാനിയുമായും രാഹുൽ ഗാന്ധി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോട്ടുകെട്ടുകൾ കിട്ടിയതുകൊണ്ടാണോ ഇപ്പോൾ രണ്ടുപേരെ കുറിച്ചും മിണ്ടാത്തതെന്നും മോദി തെലുങ്കാനയിലെ റാലിക്കിടെ പ്രസംഗത്തിനിടെ ചോദിച്ചു. അതേസമയം ഇന്നലെ മൂന്നാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ഗൗരവത്തോടെ വിലയിരുത്താൻ BJP ഉത്തരേന്ത്യയിലെ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ അവസാനം വന്ന കണക്ക് പ്രകാരം 64.58% വോട്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 3% കുറവാണിത്. ഇത് കുറച്ചുകൂടി ഉയരാമെങ്കിലും പാർട്ടിക്ക് ഏറെ നിർണായകമായിരുന്ന മൂന്നാം ഘട്ടത്തിലും പോളിംഗ് കുറഞ്ഞത് BJPക്ക് ആശങ്കയാവുകയാണ്. തെക്കേ ഇന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുള്ളവരാണെന്ന കോൺഗ്രസ് നേതാവ് സാം പിത്രോദയുടെ പ്രസ്താവന വിവാദത്തിൽ. വടക്കു കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയും തെക്കേ ഇന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും വടക്കുള്ളവർ യൂറോപ്പുകാരെ പോലെയുള്ളവരാണെന്നാണ് പിത്രോദ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ വൈവിധ്യത്തിന് ഉദാഹരണത്തെ സൂചിപ്പിച്ചാണ് സാം പിത്രോദ ഈ പ്രസ്താവന നടത്തിയത്. വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ലെന്നും എല്ലാ ഭാഷകളും ബഹുമാനിക്കുന്നവരാണെന്നാണ് പിത്രോദ പറഞ്ഞത്. പിത്രോദയുടെ പ്രസ്താവനക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. പിത്രോദ തെക്കേ ഇന്ത്യക്കാരെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചുവെന്നും ചർമ്മത്തിന്റെ നിറമാണ് പൗരത്വം നിർണ്ണയിക്കുന്നതെന്നും മോദി ചോദിച്ചു. അധിക്ഷേപങ്ങൾ തനിക്ക് നേരെയാണെങ്കിൽ സഹിക്കാമെന്നും പക്ഷേ എൻ്റെ ജനത്തിനു നേരെയാവുമ്പോൾ കഴിയില്ലെന്നും മോദി പറഞ്ഞു. കറുത്ത നിറമുള്ള കൃഷ്ണനെ ആദരിക്കുന്നവരാണ് തങ്ങളെന്നും പിത്രോദയുടെ പ്രസ്താവനയിൽ രാഹുൽ മറുപടി പറയണമെന്നും മോദി പറഞ്ഞു. കോവിഡ് വാക്സിൻ്റെ ഉൽപ്പാദനവും വിതരണവും പൂർണ്ണമായി അവസാനിപ്പിച്ചതായി നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസെനെക്ക അറിയിച്ചു. മാർക്കറ്റിൽ അവശേഷിക്കുന്ന സ്റ്റോക്ക് തിരിച്ചെടുക്കാനും തീരുമാനമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. വാക്സിൻ സ്വീകരിച്ച ശേഷം 51 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്ന പരാതി UK-യിൽ നിന്നാണ് ആദ്യമായി ഉയർന്നു വന്നത്. ഇതിന് പിന്നാലെ കമ്പനി തന്നെ UK ഹൈക്കോടതിയിൽ വാക്സിന് പാർശ്വഫലങ്ങൾ ഉള്ളതായി സമ്മതിച്ചു. ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് നൽകിയതും കമ്പനിയുടെ കോവിഷീൽഡ് വാക്സിനാണ്. എന്നാൽ പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ല വാക്സിൻ പിൻവലിക്കുന്നതെന്നും വളരെയധികം വാക്സിനുകൾ മാർക്കറ്റിലുണ്ടെന്നും തങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു പോയതിനാലാണ് പിൻവലിക്കുന്നതെന്നുമാണ് കമ്പനിയുടെ വിശദീകരണം. പാലക്കാട് കൊട്ടേക്കാട് കാട്ടാനയുടെ ആക്രമണത്തിനെ തുടർന്ന് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ MV മുകേഷ് കൊല്ലപ്പെട്ടു. 34 വയസ്സായിരുന്നു. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിൻ്റെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു. 1 വർഷമായി പാലക്കാട് ബ്യൂറോയിലായിരുന്നു. PCC അധ്യക്ഷനായി K സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെയാണ് MMSന് ചുമതല നൽകിയത്. താൽക്കാലിക പ്രസിഡന്റായിരുന്ന ഹസ്സന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് ചുമതല ഏറ്റതിനു ശേഷം പിന്നാലെ അദ്ദേഹം പറഞ്ഞു. MA ലത്തീഫിനെ തിരിച്ചെടുത്തത് അടക്കമുള്ളവ പുനഃപരിശോധിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. ഇന്ദിരാഭവനിലെ ചുമതലയേൽക്കൽ ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് MMS പങ്കെടുത്തില്ല. MMSനെ നിയമിച്ചത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണെന്നും K സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു സാധാരണ സംഭവമാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തൽ കൂടി നടത്താനാണ് ഹസ്സൻ സ്ഥാനത്ത് തുടർന്നതെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ടിപ്പർ ലോറികളിൽ അടുത്ത ദിവസങ്ങളിൽ വ്യാപക പരിശോധന നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ടിപ്പർ ലോറികളിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്പീഡ് ഗവർണറുകൾ ഊരിവെച്ചിട്ടുള്ളവർ അത് തിരിച്ചു പിടിപ്പിക്കണമെന്നും വ്യാപക പരിശോധന നടത്താൻ പോവുകയാണെന്നാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചില ടിപ്പർ ലോറികളിൽ സ്പീഡ് ഗവർണറുകൾ ഊരിവെക്കാതെ മറ്റു ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറുകളിൽ ചില കമ്പനികൾ കള്ളത്തരങ്ങൾ നടത്താറുണ്ട്. അവരും ഇതിന് ഉത്തരം പറയേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഒരു വിഭാഗം അപ്രതീക്ഷിതമായി അസുഖ അവധി റിപ്പോർട്ട് ചെയ്തതിനാൽ 80-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് എയർലൈനിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധിച്ചാണ് ക്യാബിൻ ക്രൂവിൻ്റെ മിന്നൽ പണിമുടക്ക്. ഫ്ലൈറ്റ് റദ്ദാക്കിയതിൽ യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമ ചോദിക്കുന്നതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. എന്താ മോദിജി പേടിച്ചു പോയോ എന്ന് മോദിയുടെ എക്സ് ഹാൻഡിലൂടെ ചോദിച്ച് രാഹുൽ ഗാന്ധി. അംബാനിയും അദാനിയുമായി രാഹുൽ ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രാഹുലിൻ്റെ മറുപടി. അവർ ടൈം ബോയിൽ പൈസ തരുമെന്ന് പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നാണോ എന്ന് ചോദിച്ച രാഹുൽ, അദാനിയും അംബാനിയും പണം തന്നെങ്കിൽ
EDയെയും CBIയെയും വിട്ട് അന്വേഷണം നടത്താനും ആവശ്യപ്പെട്ടു. BJP സർക്കാർ 22 ഇന്ത്യക്കാരെ മഹാകോടീശ്വരന്മാരാക്കിയെങ്കിൽ കോൺഗ്രസ് മഹാലക്ഷ്മി പദ്ധതിയിലൂടെ കോടിക്കണക്കിന് ആളുകളെ ലക്ഷാധിപതികളാക്കുമെന്നും രാഹുൽ പറഞ്ഞു. അധികാരത്തിൽ വന്നാൽ കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന ലഭിക്കുമെന്നും ക്രിക്കറ്റ് ടീം തെരഞ്ഞെടുപ്പ് മതാടിസ്ഥാനത്തിലായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കപട മതനിരപേക്ഷത വിജയിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും കാശ്മീരിൻ്റെ പ്രത്യേക പദവി തിരിച്ചു നൽകുന്നത് തടയാനും രാമക്ഷേത്രത്തിന് ബാബരി പൂട്ടി വീഴാതിരിക്കാനും ആണ് താൻ 400 സീറ്റ് ആവശ്യപ്പെടുന്നതെന്നും മോദി വ്യക്തമാക്കി. എന്നാൽ താൻ മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ എതിരല്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. വിവരങ്ങൾ നൽകുന്നത് വൈകിക്കുന്നതിലും BJP നേതാക്കളുടെ വർഗീയ പരാമർശങ്ങൾ നടപടിയെടുക്കാത്തതിനാൽ പ്രതിഷേധമുന്നയിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. വോട്ടിംഗ് വിവരങ്ങൾ കൃത്യമായി നൽകാത്തത് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് അടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങളിൽ അടിയന്തര നടപടി ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടേക്കും. ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് പ്രതിസന്ധി അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് റിപ്പോർട്ടർ. സർവീസുകൾ വെട്ടിച്ചുരുക്കും പുനഃക്രമീകരിച്ചും പ്രതിസന്ധി കുറച്ചെങ്കിലും മറികടക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. 90-ലേറെ സർവീസുകളെ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് CEO അലോങ് സിംഗ് വ്യക്തമാക്കി. ഈ വർഷം SSLCക്ക് 99.69% വിജയം. കഴിഞ്ഞ വർഷം 99.7% വിജയം. 71,831 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കോട്ടയം ജില്ലയിലാണ്, 99.92%. ഏറ്റവും കുറവ് വിജയ ശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ്, 99.8%. 2474 സ്കൂളുകളാണ് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് യോഗ്യമാക്കിയത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.